മെയിൻ ഇന്റർഫേസ് ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ഫസ്റ്റത്തെ ഈ പാർട്ട് വെച്ചാൽ മീഡിയ പാർട്ടാണ്, അടുത്തത് നാവിഗേഷൻ പാർട്ടാണ്, ഇത് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന പാർട്ടാണ്, ഇത് വെച്ചാൽ ആൻഡ്രോയിഡ് ഓട്ടോക്കുള്ള പാർട്ടാണ്. ആൻഡ്രോയിഡ് ഓട്ടോ അല്ല, ഐഫോൺ ഓട്ടോ ഒക്കെ സപ്പോർട്ട് ആവും, അതിലുള്ള ഒരു പാർട്ടാണ്. ഈ സെന്റർ ബട്ടൺ വെച്ചാൽ ക്വിക്ക് ആക്സസ് ബട്ടൺസ് ആണ്. USB നമ്മൾ ഫോണായിട്ട് കേബിൾ വഴി നമുക്ക് എന്താക്കണം, USB കേബിൾ വഴി നമുക്ക് ഇതൊരു കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ആപ്പ് നമുക്ക് ഇവിടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ, ആൻഡ്രോയിഡ് ആപ്പിന്റെ ആപ്പ് സ്റ്റോറിലാകുമ്പോൾ ഐഫോൺ ഓട്ടോ ആണ്, അത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇതിൽ കണക്ട് ചെയ്താൽ മതി. നമ്മളെ പ്ലേസും വെതറോ കാണിക്കും, റിസൾട്ട് കോള് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വാട്സപ്പ് മെസ്സേജ് വരികയാണെങ്കിൽ മെസ്സേജ് അയച്ച് കാണിച്ചാൽ വാട്സപ്പ് മെസ്സേജ് ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വെച്ചാൽ വോയിസ് കമാൻഡിന്റെ മെയിൻ പ്രത്യേകത നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ വാട്സപ്പ്. Files. What's the message? Hi. Here's your WhatsApp message to JDT Phase 2. Hi. Do you want to send it or change it? Okay, sent. ഓക്കെ, നമുക്ക് ആ ഓപ്ഷനൊക്കെ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കോൾ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ റീസെന്റ് കോള് ചെയ്താൽ നമുക്ക് അതുപോലെ നമ്മളെ അക്കൗണ്ട് നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റ് മൂവ് ചെയ്ത് വരും. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം നമ്മൾ ഫോണിൽ വരുമ്പോൾ. പിന്നെ ഇതിലെ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം വളരെ ഇതിൽ നമുക്ക് ഗാനമൊക്കെ സപ്പോർട്ടാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഗാന അപ്പോൾ ഗൂഗിൾ പ്ലേ ബുക്സ്, പിന്നെ ഗൂഗിൾ പ്ലേ മ്യൂസിക്, നമുക്ക് നമ്മുടെ ഫോണിലെ മ്യൂസിക്കും അതുപോലെ ഓൺലൈനിൽ കൂടെ മ്യൂസിക് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അതിലിപ്പോൾ നമുക്ക് നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന്റെ മാപ്പാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഫോണിലെ നാവിഗേഷൻ ഓൺ ആക്കി നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിന്റെ അതേ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിന്റെ GPS ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര കറക്റ്റ് ആക്യുറേറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് മാപ്പിൽ എന്ത് പ്ലേസ് സെർച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. എനിക്ക് കാലിക്കറ്റ് സെർച്ച് ചെയ്തിട്ട് ഓക്കെ, കാലിക്കറ്റ് സെർച്ച് ചെയ്താൽ അതിലേക്ക് റൂട്ട് കഴിയുമ്പോൾ മിനിറ്റ് കാണിക്കുന്നുണ്ട്. റൂട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, റൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉള്ളതുപോലെ നല്ല ആക്യുറേറ്റ് ഉള്ള നല്ല രീതിയിലുള്ള മാപ്പ് ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ മ്യൂസിക് പ്ലെയറിന്റെ സിസ്റ്റം. വളരെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഇതുപോലത്തെ മ്യൂസിക്കാണ് പിള്ളേരിനൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ZXi+ മാത്രമേ ഈ മ്യൂസിക് സിസ്റ്റം ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.